ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ വളരെ പ്രത്യേകതയുള്ള ഒരു പഠന വിഷയം ബൈബിൾ എന്നതാണ്. ബൈബിളിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക വളരെ ആവശ്യം. ബൈബിൾ ദൈവത്തിൻ്റെ വിശുദ്ധ വെളിപാടാണ്. മനുഷ്യകുലത്തോട് ദൈവം വെളിപ്പെടുത്തിയ സത്യം, എല്ലാ വിഷയത്തെക്കുറിച്ചുള്ള സത്യം. ഈ വിഷയത്തിൻ്റെ പഠനത്തിൻ്റെ 79ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. റോമാലേഖനത്തിലൂടെയുള്ളൊരു യാത്ര, കൃപയും വിശ്വാസവും എന്ന വിഷയം. ദൈവകൃപയെക്കുറിച്ചുള്ള പഠന പരമ്പരയിൽ നാം എത്തി നിൽക്കുന്നത് ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കുന്നതിന് പുതിയ നിയമത്തിലൊരു പ്രധാനപ്പെട്ട പുസ്തകമായ റോമാലേഖനത്തിലൂടെ ഒരു യാത്ര നടത്തുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ചില വേദഭാഗങ്ങളിലൂടെ മാത്രം. ഇപ്പം നാം റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായം 14-ാം വാക്യമാണ് ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. റോമർ 6:14. റോമാലേഖനത്തെക്കുറിച്ചുള്ള പഠനമല്ല നാം നടത്തുന്നത്. കൃപയും വിശ്വാസവും എന്ന വിഷയത്തെ എത്രത്തോളം മനുഷ്യകുലത്തിന് ആവശ്യമായിരിക്കുന്നു, ദൈവം അതെങ്ങനെയാണ് നമുക്ക് വ്യക്തമാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരികയാണ്. റോമലേഖനം 6:14 ഇങ്ങനെ വായിക്കാം: നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഇതാണ് വേദഭാഗം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ അതായത് കൃപയുടെ കീഴിലാണ്, അതുകൊണ്ട് പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഈ വചനഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ പാപം യജമാനെ പോലെ വാഴുകയില്ല. ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ. കാരണം ഒരു ദൈവ പൈതൽ സ്വന്തം അധ്വാനം കൊണ്ടും കർമ്മം കൊണ്ടും പ്രകടനം കൊണ്ടും ദൈവ മുമ്പിൽ നീതീകരിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥയുടെ കീഴിലല്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവകൃപയുടെ കീഴിലാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റും, പിഴവുകൾ പറ്റും, പാപങ്ങൾ പറ്റും. പക്ഷേ എങ്കിലും ദൈവകൃപയാൽ നിരന്തരമായി അവൻ ആരിലായിരിക്കുന്നുവോ ആ യേശുക്രിസ്തുവിൻ്റെ രക്തം അവനെ നിരന്തരമായി കഴുകിക്കൊണ്ടിരിക്കും. ഒരു ദൈവ പൈതൽ, അതായത് വചനപ്രകാരമുള്ള ക്രിസ്ത്യാനി, വിശ്വാസ വ്യവസ്ഥയുടെ കീഴിലാണ്, പ്രമാണത്തിൻ്റെ കീഴിലല്ല. അവിടെ നിരന്തരമായി കർത്താവ് യേശുവിൻ്റെ രക്തം അവനെ കഴുകും, ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. കർമ്മങ്ങളും പ്രകടനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളിലൂടെ നീതീകരിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ നിന്ന് ഒരു ദൈവ പൈതൽ മോചനം പ്രാപിച്ചു. കൃപയാൽ അവൻ രക്ഷിക്കപ്പെട്ടു. ഈ കൃപ അവൻ്റെ ജീവിതത്തിൽ അവന് അനുഭവിക്കാൻ സാധിച്ചത് വിശ്വാസത്തോടു കൂടിയ അനുസരണത്തിലാണ്. ആ വാക്കെപ്പോഴും ശ്രദ്ധിക്കുക: വിശ്വാസത്തോടു കൂടിയ അനുസരണം. ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസം അനുസരിക്കണം. നാം വിശ്വാസമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അനുസരണമുണ്ടാകണം. റോമർക്ക് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും 16-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറഞ്ഞു, വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. റോമലേഖനത്തിലുടനീളം, പ്രത്യേകിച്ച് എൻ്റെ 6-ാം അധ്യായത്തിലുടനീളം പൗലോസ് അപ്പോസ്തലൻ ഊന്നൽ നൽകുന്നത് ദൈവമക്കളെ സംബന്ധിച്ച് അവർ നീതിയോടെ ജീവിക്കണം. കാരണം ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ് എന്ന സുവിശേഷത്തോട് അവർ അനുസരണം കാണിച്ചവരാണ്. ആ സുവിശേഷത്തെ അനുസരിച്ചവരാണ്. അതുകൊണ്ട് നീതിയോടെ ജീവിക്കണം. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെ ഒന്ന് കേൾക്കാം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുടിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. 6-ാം വാക്യം: നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അപ്പം ദൈവ പൈതൽ, ഒരു വിശ്വാസി ജീവൻ്റെ പുതുക്കത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. തിരിച്ച് വീണ്ടും അനീതിയുടെ ജീവിതത്തിലേക്ക്, കർമ്മമാർഗത്തിലേക്ക്, പ്രകടനത്തിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകേണ്ട ആവശ്യം അവനില്ല. അവൻ നീതിയിൽ നടക്കുകയാണ്. പഴയ മാർഗം അവനെ മരണത്തിലേക്ക് നടത്തിയ മാർഗമാണ്. കാരണം അവൻ്റെ സ്വന്തം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാപത്തിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് അവൻ കൃപയുടെ കീഴിലേക്ക് മാറ്റപ്പെട്ടത്. പൗലോസ്, നിങ്ങളിനി ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല,
പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. ഇതിൻ്റെ അർത്ഥം ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പാപം സംഭവിക്കില്ല എന്നല്ല. വചനം ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. സ്നാനത്തിലൂടെ അവൻ ജീവൻ്റെ പുതുക്കത്തിൽ പ്രവേശിച്ചുവെങ്കിലും അവനെ സംബന്ധിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. യോഹന്നാൻ്റെ ലേഖനം 1 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയും, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇവിടെ വെളിച്ചത്തിൽ നടക്കുക എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. അത് നാം ചെയ്യുമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പോൾ സ്നാനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, സ്നാനത്തിൽ കർത്താവ് യേശുവിൻ്റെ മരണമടക്കം ഉയർപ്പിനോട് അനുരൂപപ്പെട്ട ഒരു മനുഷ്യൻ സ്നാനത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവൻ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനപ്പെട്ടത്. ക്രിസ്തുവിനോട് ചേരുവാൻ ബൈബിളിൽ ദൈവവചനത്തിൽ മറ്റൊരു മാർഗമില്ല. കണ്ണടച്ച് ധ്യാനിച്ചാലോ ഒരു പേപ്പറിൽ പേരെഴുതി ഒപ്പിട്ട് കൊടുത്താലോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ക്രിസ്തുവിലാകില്ല. ക്രിസ്തുവിലാകാനുള്ള മാർഗം ക്രിസ്തുവിൻ്റെ മരണം അടക്കം ഉയർപ്പിലേക്ക് ചേരണം. നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിച്ച് പഴയത് ഉപേക്ഷിച്ച് പുതുതായി തീരണം. ക്രിസ്തുവിലാണ് അത് പുതുതാകുന്നത്. ഒരു ക്രിസ്തുവിലാകുമ്പോഴാണ് പുതിയ സൃഷ്ടിയാകുന്നത്. അവൻ ക്രിസ്തുവിലാണ്. അവനിനി പാപത്തിൻ്റെ ബന്ധനത്തിൻ്റെ കീഴിലല്ല. റോമലേഖനം 6:6 പറഞ്ഞതുപോലെ നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, ഇനി പാപത്തിൻ്റെ അടിമയല്ല, പാപശരീരത്തിൽ നീക്കം വന്നു, പഴയ മനുഷ്യൻ യേശുവിനോട് ക്രൂശിക്കപ്പെട്ടു. ഇപ്പോൾ റോമിലുള്ള വിശ്വാസികളുടെ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന റോമലേഖനം 6:11 അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ. പാപത്തോടുള്ള ബന്ധത്തിൽ ഒരു കടമില്ല. ഇനി പാപസംബന്ധമായി മരിച്ചവർ എന്നും എന്നും നിങ്ങളും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. എന്ത് സമീപനമാണ് നമുക്ക് നമ്മോട് വേണ്ടത്? ഞാൻ ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ്. പാപത്തോടുള്ള ബന്ധത്തിൽ ഞാൻ മരിച്ചവനാണ്. അബദ്ധം പറ്റും, വീഴ്ചകൾ പറ്റും, കുറവുകൾ പറ്റും. പക്ഷേ ഞാൻ ക്രിസ്തുവിലാണ്. വെളിച്ചം നടക്കുന്നിടത്തോളം എൻ്റെ പാപങ്ങൾ കർത്താവ് കഴുകിക്കൊണ്ടിരിക്കും. തുടർന്ന് 12 വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ എൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. അപ്പം നമ്മുടെ ഭാഗത്ത് നാം ശ്രദ്ധിക്കണം, വെളിച്ചത്തിൽ നടക്കണം, നമ്മളെ കാണുന്ന കാഴ്ചപ്പാട് കൃത്യമായിരിക്കണം. അത് അങ്ങനെ വന്നാൽ പാപം നിങ്ങളുടെ മരിക്കുന്ന ഈ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴില്ല. ഒരു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ്റെ മേൽ പാപത്തിന് കർത്തൃത്വമില്ല. കാരണം അവൻ ക്രിസ്തുവിൻ്റെ ചേരുവാൻ സ്നാനമേറ്റു. ക്രിസ്തുവിൻ്റെ രക്തവുമായി നിരന്തര ബന്ധത്തിലാണ്. അവൻ ക്രിസ്തുവിലായതുകൊണ്ടൊരു വിശ്വസ്തനായ ദൈവശിഷ്യൻ, കർത്താവിൻ്റെ ശിഷ്യൻ വെളിച്ചത്തിൽ, ദൈവവചനമാകുന്ന വെളിച്ചത്തിൽ നടക്കുകയാണ്. ദൈവവചനമാണ് വെളിച്ചം. ആ വെളിച്ചത്തിൽ നടക്കുകയാണ് അനുസരണത്തോടെ. ഇപ്പോൾ ക്രിസ്ത്യാനി ദൈവപൈതൻ്റെ നടത്തം വിശ്വാസത്താലാണ്, ദൈവകൃപയാലാണ്. ഇത് നമ്മുടെ പ്രകടനത്തിലല്ല, നമ്മുടെ വേഷത്തിലല്ല, വിശ്വാസത്താൽ ദൈവകൃപയിൽ നടക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് റോമലേഖനം 6:14 പറഞ്ഞത്, നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കെത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അതാണ് 6 വാക്യത്തിലും പറഞ്ഞത്. അതിന് വിധിക്കുകയാണ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരം നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു. ഇപ്പോൾ പൗലോസ് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുകയാണ്, പാപത്തിന് ഒരു ദൈവപൈതലിൻ്റെ മേൽ യാതൊരു കർത്തൃത്വവുമില്ല, അധികാരവുമില്ല. പൗലോസ് ആർക്കാണോ എഴുതുന്നത് അവരെല്ലാവരും ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടവരാണ്. സ്നാനത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. സ്നാനമേറ്റവരോടാണ് ഈ പറയുന്നത്. അവർ സ്വന്തം അധ്വാനത്തിലൂടെ, കർമ്മത്തിലൂടെ നീതീകരിക്കപ്പെടുന്നൊരു വ്യവസ്ഥയുടെ കീഴിലല്ല. കാരണം അപ്രകാരം ഒരു പ്രമാണത്തെ, ദൈവത്തിൻ്റെ പ്രമാണത്തെ പൂർണ്ണമായി തികവോടെ അനുസരിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. നാം വളരെയധികം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അവരിപ്പോൾ കൃപയുടെ കീഴിലാണ് ദൈവമക്കൾ. പൗലോസ് ആരോടാണോ എഴുതുന്നത് അവർ കൃപയുടെ കീഴിലാണ്. അബദ്ധങ്ങൾ പറ്റും, പാപങ്ങൾ പറ്റും, പിഴവുകൾ പറ്റും, പക്ഷേ ക്രിസ്തുവിൻ്റെ രക്തം അവരെ കഴുകിക്കൊണ്ടേയിരിക്കും വെളിച്ചത്തിൽ നടക്കുന്ന അവരുടെ ജീവിതത്തിൽ. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ അനുസരണം, റോമർ 1:5 14-26 പരാമർശിച്ച വിശ്വാസത്തിൻ്റെ അനുസരണമാണ് അവരെ കൃപയിൽ നിർത്തുന്നത്. കൃപയിൽ അവർ നിലനിൽക്കാൻ കാരണം അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസവും അവരുടെ ജീവിതത്തിലുള്ള അനുസരണവുമാണ്. വളരെ പ്രധാനമാണത്. അവർ തിരിച്ചു പോകാൻ
പ്രമാണത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു പോകാൻ അവർ ആഗ്രഹിച്ചാൽ അവർ ഒരു വലിയ ന്യായവിധിയുടെ കീഴിലാവും. അതിനെക്കുറിച്ച് ഗലാത്യ ലേഖനം 5:4 പറയും. എന്താണ് അവർക്ക് സംഭവിക്കുന്ന അവസ്ഥ? കൃപയുടെ കീഴിൽ വന്നതിന് ശേഷം തിരിച്ച് പ്രമാണത്തിൻ്റെ, കർമ്മത്തിൻ്റെ, അധ്വാനത്തിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങിപ്പോയാൽ, സ്വന്തം കഴിവിൽ ആശ്രയിച്ചാൽ, ഗലാത്യർ 5:4 പറയുന്നത്, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ക്രിസ്തുവിനോട് വേർപെട്ടു, കൃപയിൽ നിന്ന് വീണു. എന്തൊരു ദുരന്തമാണത്! ക്രിസ്തുവിലേക്ക് വന്നു, സത്യമറിഞ്ഞു, വീണ്ടെടുക്കപ്പെട്ടു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു, വീണ്ടും സ്വന്തം മാർഗത്തിലേക്ക്, കർമ്മമാർഗത്തിലേക്ക് പുറകോട്ട് തിരിച്ചു പോയ, ഛർദ്ദിച്ചതിലേക്ക് മടങ്ങിപ്പോയവരോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. നിങ്ങൾ ക്രിസ്തുവായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചിട്ടും പ്രയോജനമില്ല. ദൈവ കൃപയിൽ നിന്ന് അകന്നു പോയി. മറ്റൊരു വേദഭാഗം കൂടി നമുക്കിന്ന് പെട്ടെന്ന് നോക്കാം. റോമർക്കെതിരെ ലേഖനം 6-ാം അധ്യായം, അതിൻ്റെ 17-18 വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു. അപ്പോൾ കർത്താവ് യേശുവിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നാം പാപത്തിൻ്റെ അടിമകളായിരുന്നു. നാം നമ്മെ തന്നെ നീതീകരിക്കപ്പെടുവാൻ നടത്തിയ പരിശ്രമങ്ങളല്ല, പ്രമാണത്തിൻ്റെ, കർമ്മത്തിൻ്റെ, ചട്ടത്തിൻ്റെ കീഴിൽ നമ്മെ തന്നെ നീതീകരിക്കുവാൻ നാം നടത്തിയ ശ്രമങ്ങളെല്ലാം നമ്മളെ കൂടുതൽ വരിഞ്ഞു മുറുക്കുകയായിരുന്നു, നമ്മളെ കൂടുതൽ ബന്ധനത്തിലാക്കിയായിരുന്നു. നമ്മുടെ വീണ്ടെടുപ്പ്, വിടുതൽ വാസ്തവത്തിൽ ഹൃദയ സംബന്ധമാണ്, ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഹൃദയം കൊണ്ട് കൃപയുടെ സുവിശേഷം, ആ ഉപദേശം അനുസരിക്കാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ നാം പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. പിന്നെ നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ കർമ്മം, അധ്വാനം, പ്രകടനം ഇതിൽ അല്ല ഇനി ഊന്നൽ കൊടുക്കേണ്ടത്. അതിൻ്റെ ആവശ്യമില്ല. നാം നീതിമാന്മാരായ ദൈവത്തിൽ മാറ്റപ്പെട്ടു. കാരണം ദൈവകൃപയിൽ നാം വിശ്വസിക്കുകയാണ്. വിശ്വാസത്താലാണ് ദൈവകൃപയുമായുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുന്നത്. ഇപ്പോൾ 2 കൊരിന്ത്യർ 4:15 പൗലോസ് അപ്പോസ്തലൻ പറയും, നമ്മുടെ നീതി എന്ന് പറയുന്നത് ദൈവകൃപയാൽ ലഭിച്ചതാണ്. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഇപ്രകാരമാണ്, കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നത്. അപ്പോൾ ദൈവം നമ്മെ നീതിമാന്മാരായിട്ട് പ്രഖ്യാപിച്ചു. അത് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ ദാസന്മാരായി സമർപ്പിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ദൈവമാണ് നീതിമാന്മാരായി നമ്മെ പ്രഖ്യാപിച്ചത്. അപ്പോൾ അനുസരണം, വിശ്വാസത്തിൻ്റെ അനുസരണം. പൗലോസ് ഇവിടെ പറഞ്ഞ റോമലേഖനത്തിൻ്റെ ആരംഭം 1-ാം അധ്യായം 5-ാം വാക്യം, റോമലേഖനത്തിൻ്റെ അവസാനം 16-ാം അധ്യായം 26-ാം വാക്യം. അത് വ്യക്തമായി പറയുന്ന വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന് പറയുമ്പോൾ എന്താണ് അനുസരിക്കേണ്ടത്? ഒരു ഉപദേശ രൂപമുണ്ട്. അനുസരിക്കാൻ ഒരു ഉപദേശ രൂപം നൽകപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞു. നേരത്തെ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു, എന്നാൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം നിങ്ങൾ ഹൃദയപൂർവ്വം അനുസരിച്ചു. അതാണ് റോമലേഖനം 6:16 പറഞ്ഞ നീതിയുടെ ദാസന്മാരായി തീരുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാരാണ്. ദൈവമക്കളുടെ ജീവിതം അനുസരണത്തിൻ്റെ ജീവിതമാണ്. അനുസരണത്തിൻ്റെ ദാസന്മാരാണ്. ഒരു സംശയമില്ല, നമ്മുടെ രക്ഷ കൃപയാലാണ്. എല്ലാവർക്കും രക്ഷാകരമായ ദൈവകൃപ, കൃപയാണ് രക്ഷിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ നാം മറക്കരുത്, ഈ കൃപ എന്ന് പറയുന്നത് ദൈവം ഒരുക്കി തന്നതാണ്. നമ്മുടെ ഭാഗത്തുനിന്ന്, മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് കണ്ടെടുത്തതല്ല കൃപ, ദൈവം നൽകി തന്നതാണ് കൃപ. വിശ്വാസം നമ്മുടെ ഭാഗം. നാം ചെയ്യേണ്ടത് ആ കൃപയിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. പക്ഷേ ആ വിശ്വാസം, ശ്രദ്ധിക്കുക, നമുക്ക് ദൈവത്തിലുണ്ടെന്ന് പറയുന്ന വിശ്വാസം പ്രകടമാകണം, തെളിയിക്കപ്പെടണം. എന്തിലൂടെ? ദൈവം നൽകിത്തന്ന ഉപദേശ രൂപത്തെ അനുസരിക്കുന്നതിലൂടെ. ദൈവത്തിൽ നിന്ന് വന്ന ആ ഉപദേശ രൂപം, ദൈവത്തിൽ നിന്ന് വന്ന ആ സത്യവചനം, ആ വചനം അനുസരിക്കുന്നതിലൂടെ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ നാം തെളിയിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യത്തിൽ ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. ഇവിടെ കർത്താവ് പറഞ്ഞത്, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ അനുസരണം ആവശ്യമാണ്. ദൈവകൃപയിലുള്ള നമ്മുടെ വിശ്വാസം തെളിയിക്കുവാൻ അനുസരണം വേണം.
വെറുതെ മുറിക്കകത്ത് അടച്ചിരുന്നുകൊണ്ട് ദൈവകൃപ എന്ന് പറഞ്ഞാൽ പോരാ. ദൈവകൃപയോടുള്ള നമ്മുടെ വിശ്വാസം അത് അനുസരണത്തിൽ പ്രകടമാക്കണം. ഇപ്പോൾ ക്രൂശിലൂടെ ദൈവം നമുക്ക് കൃപ നൽകി. എന്തിനുള്ള കൃപ? രക്ഷിക്കുവാനുള്ള കൃപ. രക്ഷിക്കപ്പെടുവാനുള്ള കൃപ ദൈവം ക്രൂശിലൂടെ വെളിപ്പെടുത്തി, ക്രിസ്തുവിൻ്റെ പരമയാഗത്തിലൂടെ. നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ കൃപ സ്വീകരിക്കണം. അതിന് സുവിശേഷം അനുസരിച്ച് നീതിയിൽ നടക്കണം, നീതിയുടെ ദാസന്മാരാകണം, വെളിച്ചത്തിൽ നടക്കണം. ദൈവം നൽകി തന്ന കൃപ, ദൈവത്തിൽ നിന്നാണ് കൃപ. ആ കൃപ നമ്മൾ അനുസരിക്കണം. അത് വിശ്വാസത്തോടു കൂടി അനുസരിക്കണം. പലർക്കും വന്നിരിക്കുന്ന നിർഭാഗ്യകരമായ ഒരു അബദ്ധം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപ സൗജന്യമാണ്, അതുകൊണ്ട് ഒരു കടമയും ഉത്തരവാദിത്വം മനുഷ്യൻ്റെ ഭാഗത്തില്ല. ദൈവത്തിൻ്റെ കൃപ സൗജന്യമായതുകൊണ്ട് നമുക്കൊരു നിബന്ധനകളുമില്ല, ഒരു ഉത്തരവാദിത്വമില്ല. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 4-16 റോമർ 4:16 പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയുണ്ടായി: അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല ജാതികൾക്ക് ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർ കൂടി ഉറപ്പാകേണ്ടതിന് തന്നെ. അവിടെ റോമലേഖനം 4:16 പൗലോസ് അപ്പോസ്തലൻ പ്രകാരം പറയുകയുണ്ടായി, കൃപാദാനമാണ്. ഇപ്പം മനുഷ്യൻ്റെ ഭാഗത്ത് ദൈവത്തിൻ്റെ കൃപയോടുള്ള വിശ്വാസത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും കിട്ടില്ല, കൃപയുടെ ഒരു അനുഗ്രഹവും കിട്ടില്ല. കാരണം എബ്രായ ലേഖനം 11:6 എബ്രായ ലേഖനം എന്താ പറഞ്ഞത്? എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പം വിശ്വാസം അതാണ് കൃപയുടെ ദാനം സ്വീകരിക്കാൻ നമ്മെ യോഗ്യരാക്കുന്നത്. ദൈവം നൽകിത്തന്ന രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൃപ, അതിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം നമ്മെ മുന്നോട്ട് നയിക്കണം. വിശ്വാസം കൂടാതെ ഈ ദാനം കിട്ടില്ല, ഈ അനുഗ്രഹം കിട്ടില്ല. വിശ്വാസത്തിന് അനുസരണവും വേണം. പൗലോസ് അപ്പോസ്തലരുടെ പുസ്തകം 13 അതിൻ്റെ 39 പറഞ്ഞു ശ്രദ്ധിക്കാം. അപ്പോസ്തലർ 13:39 പറഞ്ഞു: മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. മോശയുടെ ന്യായപ്രമാണ പ്രകാരം നീതീകരണം കിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് ലഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപസംഹരിക്കുമ്പോൾ നമുക്ക് സ്വന്തം കർമ്മത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും രക്ഷിക്കപ്പെടുവാൻ സാധിക്കില്ല. കാരണം നമ്മെ നിയമലംഘികളാക്കുകയാണ്. കുറ്റമറ്റ അനുസരണം നമുക്ക് അസാധ്യമായതുകൊണ്ട് നാം എത്ര ശ്രമിച്ചാലും ദൈവത്തിൻ്റെ നിയമങ്ങളെ പൂർണ്ണമായി അനുസരിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ കുറ്റക്കാരായി മാറും. നമ്മുടെ പാപത്തിൻ്റെ പരാജയങ്ങൾ, പാപത്തിൻ്റെതായ വീഴ്ചകൾക്ക് പകരം തരുവാൻ, പ്രായശ്ചിത്തം നൽകാൻ നമ്മുടെ പുണ്യപ്രവൃത്തികൾക്കും കഴിവില്ല. കാരണം ഈ പുണ്യപ്രവൃത്തികൾ നമ്മൾ രൂപീകരിക്കുന്നതാണ്. നമ്മുടെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായ പുണ്യപ്രവൃത്തികളും സൽപ്രവൃത്തികളും കൊണ്ട് പാപനിമിത്തം വന്നതായ ആ പിഴവുകളെ പരിഹരിക്കാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഒരു യാഗവും ദൈവം സ്വീകരിക്കില്ല. അതിന് പരിഹാരമല്ല. നാം രക്ഷിക്കപ്പെട്ടത് കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ട രക്ഷാമാർഗം, അതിലുള്ള വിശ്വാസമാണ്, അതിലുള്ള അനുസരണമാണ്. അത് നമ്മൾ അനുസരിക്കുമ്പോഴാണ് ക്രിസ്തു നിത്യരക്ഷയുടെ കാരണഭൂതനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും. എബ്രായ ലേഖനം 5:9 തന്നെ അനുസരിക്കുന്ന ഏവർക്കും. ഇപ്പോൾ ഒരു ഉപദേശ രൂപമുണ്ട് അനുസരിക്കാൻ. ആ ഉപദേശ രൂപം അനുസരിക്കുന്നതിലൂടെയാണ് ദൈവകൃപയോട് നമ്മൾ ബന്ധപ്പെടുന്നത്. അത് വിശ്വാസത്തിൽ നിന്നുണ്ടായ അനുസരണമായിരിക്കണം, ഒരു വികാരപ്രകടനമാകരുത്. ദൈവകൃപയിലുള്ള വിശ്വാസത്തിൽ നിന്നുള്ള അനുസരണമായിരിക്കണം. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത് എന്ന പ്രയോഗമാണ്. അങ്ങനെ നമ്മൾ അനുസരിക്കുമ്പോൾ നിത്യരക്ഷയുടെ കാരണഭൂതനായ യേശുക്രിസ്തുവിനെ നമ്മൾ അനുസരിക്കുന്നവരായി മാറും. ഇപ്പോൾ പൗലോസ് റോമാലേഖനത്തിൽ തൻ്റെ പ്രസ്താവന ആരംഭിച്ചു. വ്യക്തമായി തന്നെ പറഞ്ഞു, വിശ്വാസത്താൽ നടക്കണം, അത് അനുസരണത്തിലായിരിക്കണം. കർത്താവ് യേശു നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റൊരു പ്രത്യാശ തന്നു. ആ ഉയർപ്പ്, ആ പ്രത്യാശ നമുക്ക് നിലനിർത്തിക്കൊണ്ട് നീതിയുടെ ദാസന്മാരായി വിശ്വാസ ജീവിതത്തിൽ വെളിച്ചത്തിൽ നടക്കണം. അപ്പോൾ ദൈവകൃപയുമായുള്ള സമ്പർക്കം നമുക്കെപ്പോഴും ഉണ്ടാകും. അടുത്ത പഠനത്തിൽ നമ്മൾ റോമലേഖനം 7:4 ചിന്തിക്കുന്നതാണ്. അപ്പോൾ മറക്കരുത്, വിശ്വാസവും കൃപയും. നാം ഇന്ന് ന്യായപ്രമാണത്തിന് കീഴിലല്ല, കൃപയ്ക്കെത്ര അധീനരാണ്, കൃപയ്ക്ക് കീഴിലാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് അനുസരിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒന്നല്ല, ഇല്ലെന്നല്ല, ഉണ്ട്. നാം ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ്, നീതിയുടെ ദാസന്മാരാണ്, അനുസരണത്തിൻ്റെ ദാസന്മാരാണ്. വളരെ വ്യക്തമായി പൗലോസ് അത് പറഞ്ഞു. സ്നാനത്തിലൂടെ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ ക്രിസ്തുവിലായി മാറുകയാണ്.
ക്രിസ്തു രക്തം നിരന്തരമായി നമ്മളെ കഴുകും. നാം ക്രിസ്തുവിൽ വെളിച്ചത്തിൽ നടത്താൻ. കൂടാതെ ഒരു ഉപദേശ രൂപം നാം അത് അനുസരിക്കണം എന്ന് വ്യക്തമാക്കി. അപ്പോൾ അനുസരിക്കേണ്ട ഒരു ഉപദേശ രൂപമുണ്ട്, അത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. യേശു എന്താ യോഹന്നാൻ 12:48 പറഞ്ഞ്, എന്നെ കൈക്കൊള്ളാതെ, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുക. ഇപ്പോൾ വചനം തള്ളിക്കളയുന്ന, സ്നാനപ്പെടാൻ മരിക്കുന്നവരൊക്കെ ആരാ തള്ളിക്കളയുന്നത്? അവർ ആരെയാണ് തള്ളിക്കളയുന്നത്? യേശുവിനെയാണ്. അവർ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. ബാക്കിയെല്ലാം സമ്മതിക്കും, പക്ഷേ സ്നാനം എന്ന വിഷയം വരുമ്പോൾ അവർ തള്ളിക്കളയും. ക്രിസ്തു പറഞ്ഞതാണ്, ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. ഒരു ഉപദേശ രൂപമുണ്ട്. നിയമത്തിലുള്ളതിലുള്ള എല്ലാ പരിവർത്തന സംഭവങ്ങളും പഠിച്ചാൽ അവർ സുവിശേഷം ആരെങ്കിലും ചെന്ന് പ്രസംഗിക്കും, സുവിശേഷം കേൾക്കും, കർത്താവ് യേശുവിനെ വിശ്വസിക്കും, അവരുടെ പാപങ്ങളെക്കുറിച്ച് അവർ മാനസാന്തരപ്പെടും. കേട്ടവർ ക്രിസ്തുവിലുള്ള വിശ്വാസം അധരം കൊണ്ട് അവർ ഏറ്റുപറയും. അവസാനം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കും. എല്ലാ പരിവർത്തന സംഭവങ്ങളിലും ഇത് നടന്നായിട്ട് കാണാം. അത് പെന്തക്കോസ്ത് നാളിലും, സമരിയ പ്രദേശത്തും, കൊരിന്തിലും, ഷണ്ണൻ്റെ കാര്യത്തിലും, ഫിലിപ്പിയർ കാരാഗ്രഹ പ്രമാണിയുടെ കാര്യത്തിലും എല്ലായിടത്തും കാണാം. ഒരേ രൂപം, ഉപദേശ രൂപം. അതാണ് ആദിമ ക്രിസ്ത്യാനികൾ. അത് നമ്മൾ അനുസരിക്കണം. ദൈവം കൃപ തന്നു എല്ലാവരും രക്ഷിക്കപ്പെടാൻ. ആ കൃപ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഒരു അനുസരണത്തിലൂടെയാണ്. എൻ്റെ മാതൃക യേശു തന്നെയാണ്. യേശു പാപങ്ങളുടെ മോചനത്തിനല്ലെങ്കിൽ പോലും യോഹന്നാൻ്റെ കൈകളാൽ സ്നാനമേറ്റു. ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നു. ഇപ്പോൾ വിശ്വാസത്തിൽ അനുസരണം വേണം. ഇങ്ങനെ കൃപയുമായി ബന്ധപ്പെടുകയുള്ളൂ. കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ കൃപയിൽ നിന്ന് വളരണമെങ്കിൽ, കൃപയിൽ ബലപ്പെടണമെങ്കിൽ അനുസരണമുള്ള ജീവിതം, വെളിച്ചത്തിലുള്ള അനുസരണം അത് നമുക്കുണ്ടാകണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.